മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗില്ലൻ ബാ സിൻഡ്രോം പടരുന്നതിൽ ആശങ്ക. അന്വേഷിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിദഗ്ധ സമിതി നിയോഗിച്ചു. രോഗലക്ഷണങ്ങളുമായി ഒരാഴ്ചക്കിടെ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ ചികിത്സ തേടി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, എന്താണ് ഈ ഗില്ലൻ ബാ സിൻഡ്രോം? എത്രത്തോളം അപകടകാരിയായ രോഗമാണ്? ഹഷ്മി, ഇത് ഒരു പുതിയ രോഗമല്ല. പലപ്പോഴും മാസത്തിൽ ഒരു രോഗിയൊക്കെ ചിലപ്പോഴൊക്കെ ആശുപത്രിയിൽ എത്താറുണ്ട് എന്നാണ് ഇപ്പോൾ രോഗികൾ ചികിത്സ തേടിയിട്ടുള്ള ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത്തവണ ഒരാഴ്ചയ്ക്കിടെ തന്നെ 26 രോഗികൾ ചികിത്സയിലെത്തി എന്നതാണ്. ഈ സംഖ്യയിലാണ് ഒരല്പം ആശങ്കയുള്ളത്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണ സംഘത്തെയൊക്കെ അങ്ങോട്ട് നിയോഗിച്ചിട്ടുള്ളത്. പൂനെയിലെ 3 ആശുപത്രികൾ, ദീനാനാഥ് മങ്കേഷ്കർ ഹോസ്പിറ്റൽ, നവാലെ ഹോസ്പിറ്റൽ, പൂന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് 26 പേർ ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ 11 പേർ കുട്ടികളാണ്. 8നും 15നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 10 കുട്ടികളുള്ളത് ദീനാനാഥ് മങ്കേഷ്കർ ആശുപത്രിയിലുമാണ്. അവിടെ ചില രോഗികളുടെ സ്ഥിതി മാത്രം ഒരല്പം ഗുരുതരമാണ്. മറ്റുള്ളവർക്കൊന്നും തന്നെ അത്ര ഗുരുതരാവസ്ഥയില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു ഇൻഫെക്ഷൻ ശരീരത്തിനകത്ത് ഒരു അണുബാധ ഉണ്ടാകുന്നു, അതിനെതിരെ രോഗപ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ കേസിൽ വരുന്നത് ഈ രോഗപ്രതിരോധ സംവിധാനങ്ങൾ പെരിഫറൽ നാഡീവ്യവസ്ഥയെ ആക്രമിക്കുകയാണ്. അതായത് തെറ്റായി ആക്രമിക്കുന്നതാണ് ഇങ്ങനൊരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അതോടെ ശരീരത്തിൽ പലവിധ സിംറ്റംസ് ആണ്. അതായത് നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പരിക്കുകൊണ്ട് ചിലപ്പോൾ തളർച്ച ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അനുഭവപ്പെടാം. വയറുവേദന അടക്കമുള്ള മറ്റ് പല ലക്ഷണങ്ങളുമുണ്ട്. ഡയറി അടക്കമുള്ള ലക്ഷണങ്ങളൊക്കെ ഇതോടൊപ്പം കണ്ടുവരാറുണ്ട്. വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ ആയിരിക്കാം ഇങ്ങനൊരു അണുബാധ ശരീരത്തിലേക്ക് എത്തുന്നത്. അത് ബാക്ടീരിയ കൊണ്ടാവാം, വൈറസ് കൊണ്ടാവാം. അതുകൊണ്ട് ഈ മേഖലയിൽ രോഗം സ്ഥിരീകരിച്ചത് 2 മേഖലകളിലാണ്. ആ 2 മേഖലകളിൽ ആരോഗ്യ പ്രവർത്തകർ പരിശോധനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്യും. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.